എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ DB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്ക്ലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ച ഗ്ലോബൽ മാർക്കറ്റുകൾക്കെല്ലാം തന്നെ വൊളാറ്റിലിറ്റി ഉള്ള ഒരാഴ്ചയായിരുന്നു. എന്നിരുന്നാലും വീക്ക് ടു വീക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എല്ലാ മാർക്കറ്റുകളും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് വീക്ക് ടു വീക്ക് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ വെള്ളിയാഴ്ചയിലത്തെ മാർക്കറ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ജാപ്പനീസ് മാർക്കറ്റുകൾ, യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആയിരുന്നു. അതേസമയം അമേരിക്കയിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് വെള്ളിയാഴ്ച കണ്ടിരുന്നു. ഡൗ ജോൺസ് 333.59 താഴെയാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ S&P 500 66 പോയിന്റ് താഴെയാണ്. നാസ്ഡാക്ക് 298.33 പോയിന്റ് താഴെയാണ്. റസൽ 2000 സ്മോൾ ക്യാപ് ഇൻഡെക്സ് 38.28 പോയിന്റ് താഴെയാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ബെറ്റർ ക്ലോസിംഗ് ആണ്. ഒപ്പം വൊളാറ്റിലിറ്റി ഇൻഡെക്സും വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ബെറ്റർ ക്ലോസിംഗ് ആണ്. അതേസമയം നമ്മൾ കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡും സിൽവറും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് വെള്ളിയാഴ്ച അതുപോലെ തന്നെ വീക്ക് ടു വീക്കൊക്കെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം നമ്മൾ ഇന്ത്യൻ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ഇന്ത്യൻ റുപ്പി കഴിഞ്ഞ ആഴ്ചയിൽ പുതിയ റെക്കോർഡ് ലോ ഹിറ്റ് ചെയ്തിരുന്നു. 85.80 പുതിയ റെക്കോർഡ് ലോ ഹിറ്റ് ചെയ്തിരുന്ന ഇൻട്രാഡേ ലോ ആയിരുന്നു. പക്ഷേ ക്ലോസ് ചെയ്തിരിക്കുന്ന 85.393 ഇത് പൊതുവെ ഇമ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഇന്ത്യൻ എക്കണോമിനെ സംബന്ധിച്ചൊക്കെ സ്ലൈറ്റ്ലി നെഗറ്റീവ് ന്യൂസാണ്. ഇന്ത്യയുടെ ഇമ്പോർട്ട് ബില്ല് അറൗണ്ട് $20 ബില്യൺ ഉയരാനായിട്ട് ഇത് കാരണമാക്കുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ പൊതുവെ ഒരു സ്ലഗിഷ്നെസ് എക്കണോമിയിൽ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ നമ്മുടെ എക്സ്പോർട്ട്സും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ വലിയ രീതിയിലുള്ള വിലവർധനവില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും വരാൻ പോകുന്നില്ല. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അമേരിക്കൻ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ആപ്പിൾ പുതിയ റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ആപ്പിളിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.9 ട്രില്യൺ ആണ്. ഇന്ത്യൻ എക്കണോമിയുടെ സൈസാണ് ഇപ്പോൾ ആപ്പിളിൻ്റെ മാത്രം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ മുന്നേറിയിട്ടുള്ള മറ്റൊരു സ്റ്റോക്ക് പാലന്റിയർ ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് ഡിഫൻസ് സ്റ്റോക്കും കൂടിയാണ്. വലിയ രീതിയിൽ മുന്നേറുമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഫർദറും വന്നുകൊണ്ടിരിക്കുന്നത്. പൊതുവെ ടെക്നോളജി സ്റ്റോക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അമേരിക്കയിൽ വീണ്ടും വലിയ രീതിയിൽ മുന്നേറുന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 2023-24 വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ മുന്നേറിയിട്ടുള്ള മാഗ്നിഫിസൻറ്റ് 7 എന്ന് പറയുന്ന ടെക്നോളജി സ്റ്റോക്കുകൾ തന്നെയാണ്. നമ്മൾ എൻവിഡിയയുടെ കഴിഞ്ഞ കൊല്ലത്ത് ഗെയിൻ നോക്കുകയാണെങ്കിൽ 183.2% വെള്ളിയാഴ്ച വരെയുള്ള ഇയർ ടു ഇയർ ഗെയിൻ വന്നിരിക്കുന്നത്. സെക്കൻഡ് പ്ലേസ് മെറ്റാ പ്ലാറ്റ്ഫോമാണ് 73.4%. ടെസ്ല 41.4%. അതുപോലെ തന്നെ ആമസോൺ 40.5%, ആപ്പിൾ 26%, ആൽഫബറ്റ് 22.7%, മൈക്രോസോഫ്റ്റ് 14.7%. അങ്ങനെയാണ് 2024 കലണ്ടർ ഇയറിൽ അമേരിക്കയിലെ മേജർ മാഗ്നിഫിസൻറ്റ് സ്റ്റോക്കുകളുടെ ഗെയിൻ. നമ്മൾ എൻവിഡിയ 5 വർഷത്തെ ഗെയിൻ നോക്കുകയാണെങ്കിൽ 3000% ടെസ്ല 1200%. അപ്പോൾ അമേരിക്കയിൽ 2025 ടെക്നോളജി സ്റ്റോക്കുകൾ മുന്നേറുന്നതാണ് പറയുന്നത്. തീർച്ചയായിട്ടും ആപ്പിളിനെ സംബന്ധിച്ചാണ് വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആമസോണെ സംബന്ധിച്ചും ധാരാളം പോസിറ്റീവ് റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. പൊതുവെ അമേരിക്കയിൽ ടെക്നോളജി റാലി തന്നെയാണ് 2025 ഉണ്ടാവുക എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വൊളാറ്റൈൽ വീക്കായിരുന്നു കഴിഞ്ഞ ആഴ്ച. എന്നിരുന്നാലും ഈ കോൺട്രാക്റ്റ്, അതായത് ജനുവരി കോൺട്രാക്റ്റ് F&O കോൺട്രാക്റ്റ് ഒക്കെ ആരംഭിച്ചിട്ടുള്ളത് ബഡ്ജറ്റിന് മുന്നോടിയായിട്ടുള്ള F&O കോൺട്രാക്റ്റുകളാണ്. ഫ്യൂച്ചേഴ്സിൻ്റെ പ്രീമിയം നോക്കുകയാണെങ്കിൽ സ്പോട്ട് ഇൻഡെക്സിനേക്കാളും അറൗണ്ട് 150 പോയിന്റ് മേലെയാണ് ജനുവരി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സൊക്കെ ട്രേഡ് ചെയ്യുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന് ബഡ്ജറ്റ് എക്സ്പെക്റ്റേഷനാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ Q3 റിസൾട്ടുകൾ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും എന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷർ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് വെച്ചുകൊണ്ടുണ്ടാവാൻ സാധ്യതയില്ല. മറിച്ച് ഗ്ലോബൽ ഫാക്ടേഴ്സ് വലിയ രീതിയിൽ വൊളാറ്റിലിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റേതായ ഇമ്പാക്ട്
ഇമ്പാക്റ്റൊക്കെ നമ്മുടെ മാർക്കറ്റിലും ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മുടെ ടെക്സ്റ്റൈൽ എക്സ്പോർട്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ വർഷം ഏപ്രിൽ മുതൽ നവംബർ വരെ ഈ ധനകാര്യ വർഷം 36.7% ഗ്രോത്ത് കാണിച്ചിരിക്കുന്നത്. അക്രോസ് കൺട്രീസിലേക്കുള്ള എക്സ്പോർട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കീടെക്സ്, അതുപോലെ തന്നെ ആദിത്യ ബിർള ഫാഷൻ, അതുപോലെ തന്നെ മറ്റ് ടെക്സ്റ്റൈൽ കമ്പനികളെ സംബന്ധിച്ചൊക്കെ ഈ ന്യൂസ് പോസിറ്റീവാണ്. ഒപ്പം നമ്മുടെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കൊച്ചിൻ ഷിപ്പ് യാർഡ് 450 കോടി രൂപ വരെ 8 പുതിയ ടഗ് ബോട്ടുകൾ അഡാനി പോർട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. ധാരാളം ഓർഡേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചിൻ ഷിപ്പ് യാർഡിനെ സംബന്ധിച്ച്. അപ്പോൾ ഈ ന്യൂസും പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസ് തന്നെയാണ്. വെള്ളിയാഴ്ച മാർക്കറ്റ് അവേഴ്സിൽ തന്നെയാണ് ന്യൂസ് വന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്. റിലയൻസ് പവർ അവരുടെ റോസാ പവറിന് 3760 കോടി രൂപ വരെ ലോൺ കിട്ടിയിട്ടുണ്ട് പവർ ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്നാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. പവർ നെറ്റ്വർത്ത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ 14,393 അതുപോലെ തന്നെ മധ്യപ്രദേശിലെ സാസൻ അൾട്രാ മെഗാ പവർ പ്ലാന്റിൻ്റെ പെർഫോമൻസും വളരെ ഫാബുലസ് ആണ്, അട്രാക്റ്റീവ് ആണെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ റിലയൻസ് പവറിനെ കുറിച്ചും അതുപോലെ തന്നെ റിലയൻസ് ഇൻഫ്രയെ സംബന്ധിച്ചും ഈ ന്യൂസ് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒപ്പം ഇപ്പോൾ അനലിസ്റ്റുകൾ പൊതുവെ പ്രിസിഷൻ എഞ്ചിനീയറിംഗ് രംഗത്തുള്ള സ്റ്റോക്കുകൾക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള സജഷൻസ് ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ രംഗത്തുള്ള സ്റ്റോക്കുകളിലൊക്കെ ഒരു മുന്നേറ്റം കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി മറ്റൊരു സ്റ്റോക്ക് PG ഇലക്ട്രോപ്ലാസ്റ്റ് ആണ്. തീർച്ചയായിട്ടും ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സർവീസസ് രംഗത്തുള്ളൊരു കമ്പനിയും കൂടിയാണ്. വളരെ പോസിറ്റീവായിട്ട് റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡിഫൻസ് സെക്ടർ ഭാരത് ഡൈനാമിക്സ്, അതുപോലെ തന്നെ ഗാർഡൻ റീസ് ഷിപ്പ് ബിൽഡേഴ്സ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, അതുപോലെ തന്നെ ഡിഫൻസ് രംഗത്തുള്ള നൈബ് ലിമിറ്റഡ്, L&T, ഒപ്പം റിലയൻസ് ഇൻഫ്രയും ഡിഫൻസ് രംഗത്തുണ്ട്. ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവായിട്ടുള്ള ധാരാളം റിപ്പോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കേണ്ടത്. പൊതുവെ മാർക്കറ്റ് താഴെ വരുമ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ന്യൂസ് ഫ്ലോസ് തന്നെയാണ് ഇതൊക്കെ. അതോടൊപ്പം തന്നെ റിലയൻസ് കാർക്കിനോസ് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ക്യാൻസർ റിലേറ്റഡ് ഒരു മെഡിക്കൽ ഔട്ട്ഫിറ്റിനെ അക്വയർ ചെയ്തിട്ടുണ്ട്. 375 കോടി രൂപയാണ് അക്വിസിഷൻ പ്രൈസ്. അതോടൊപ്പം തന്നെ റിലയൻസിനും ഭാരതിക്കും വോഡാഫോണൊക്കെ ചെറിയൊരു നെഗറ്റീവ് ന്യൂസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ സാറ്റ്കോം, നമ്മൾ എലോൺ മസ്കിൻ്റെ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സർവീസും ഒക്കെ 2025 ആരംഭിച്ചേക്കാം. എക്സിസ്റ്റിംഗ് കമ്പനികളെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം 5G 4G ഇംപ്ലിമെൻറ്റേഷനിലൊക്കെ കഴിഞ്ഞ വർഷം അറൗണ്ട് 70,200 കോടി രൂപയാണ് റിലയൻസ്, ഭാരതി, വോഡാഫോണൊക്കെ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതേസമയം അവർ റേറ്റൊക്കെ കൂട്ടിയിരിക്കുന്നു, താരിഫ് ഒക്കെ കൂട്ടിയിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ട്. BSNL താരിഫ് കൂട്ടിയിരുന്നില്ല. BSNLിലേക്ക് സബ്സ്ക്രൈബേഴ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ BSNL വലിയ രീതിയിലുള്ള എക്സ്പാൻഷനാണ്. തേജസ് നെറ്റ്വർക്കൊക്കെയാണ് എക്സ്പാൻഷൻ 5G 4G ഒക്കെ BSNLിന് വേണ്ടി നൽകുന്നത്. അപ്പോൾ പൊതുവെ റിലയൻസ് ജിയോ ടെലികോം അതുപോലെ തന്നെ ഭാരതി എയർടെലിനെ സംബന്ധിച്ചൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ സ്വല്പം നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസുകളാണ്. പക്ഷേ കാര്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ക്രാഷ് ഒന്നും നമ്മൾ ഈ മാർക്കറ്റ് സിറ്റുവേഷനിൽ ഈ സ്റ്റോക്കുകളിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ NTPC US ബേസ്ഡ് ക്ലീൻ കോർ തോറിയം എനർജി ആയിട്ട് ടൈപ്പിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ തോറിയം ധാരാളം അവൈലബിൾ ആണ്. തോറിയം ഉപയോഗിച്ചുകൊണ്ട് തോറിയത്തിൽ നിന്ന് ന്യൂക്ലിയർ പവർ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡിലേക്കുള്ള പ്രോസസ്സ് ആരംഭിക്കാനാണ്, അത്തരത്തിലുള്ള പ്ലാന്റുകൾ ആരംഭിക്കാനായി L&T മുമ്പും ഈ കമ്പനിയായിട്ട് ടൈപ്പിൽ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ NTPCനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ ഈ ന്യൂസൊക്കെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ന്യൂസ് ഗ്ലോബലി വരുന്നത്, ലോകത്തിൽ പോപ്പുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ, അതുപോലെ തന്നെ ഇന്തോനേഷ്യ, മെക്സിക്കോ, സൗദി അറേബ്യ ഈ രാജ്യങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അതേസമയം ചൈന, അമേരിക്ക, മറ്റ് യൂറോപ്യൻ കൺട്രികളിലൊക്കെ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പൊതുവെ ഒരു വോളാറ്റിലിറ്റിയൊക്കെ പല സെക്ടറിൽ ഉണ്ടാക്കുന്ന ന്യൂസാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ അറിവിലേക്കായിട്ട് തന്നിട്ടുള്ളൊരു ന്യൂസാണ്.
ഒപ്പം നമ്മൾ SME IPO സെഗ്മെൻറ്റ് അതുപോലെ തന്നെ മെയിൻ ബോർഡ് IPO സെഗ്മെൻറ്റൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഫാബുലസ് ആയിട്ടുള്ള ഗെയിനുകളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്തിട്ടുള്ള IPOസിൽ നിന്നൊക്കെ ഇൻവെസ്റ്റേഴ്സിന് കിട്ടിയിട്ടുള്ളത്. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് പല സ്റ്റോക്കുകളും പല IPOസും 100, 150, 160% വരെ പ്രീമിയത്തിലൊക്കെയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി 31 ഡിസംബറിന് ലിസ്റ്റ് ചെയ്യുന്ന വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു IPO ഉണ്ടായിരുന്നു. യൂണിമേക്ക് എയറോസ്പേസ് ആണ്. 184.34 ടൈംസ് ആണ്. 100% ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. അതോടൊപ്പം തന്നെ നാളെ ലിസ്റ്റ് ചെയ്യുന്ന കമ്പനികളുണ്ട്. വെൻഡീവ് ഹോസ്പിറ്റാലിറ്റി, സെനോറസ് ഫാർമസ്യൂട്ടിക്കൽസ്, അതും ഓൾമോസ്റ്റ് ഒരു 70-80% പ്രീമിയത്തോടുകൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് സെനോറസ് ഫാർമസ്യൂട്ടിക്കൽ കാണുന്നത്. ഒപ്പം വെൻഡീവ് ഹോസ്പിറ്റാലിറ്റിയും ഒരുപക്ഷെ 10-15% പ്രീമിയത്തിൽ ലിസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഒരുപക്ഷെ മൈനർ ഗെയിനോടുകൂടി ലിസ്റ്റിംഗ് ട്രേഡിംഗ് ആരംഭിക്കാൻ സാധ്യത കരാരോ ഇന്ത്യ ആണ്. 704 ഇപ്പോഴത്തെ അവസ്ഥയിൽ കാര്യമായിട്ടുള്ള മുന്നേറ്റമൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ നാളെ ക്ലോസ് ചെയ്യുന്ന ഒരു IPO ഉണ്ട്. അന്യ പോളിടെക് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ആണ്. 14 രൂപയാണ് ഇഷ്യൂ പ്രൈസ്. 2 രൂപ ഫേസ് വാല്യൂ ആണ്. നാളെ ക്ലോസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഓൾറെഡി 28.61 ടൈംസ് ഓവർ സബ്സ്ക്രൈബഡ് ആണ്. 16 മാർക്കറ്റിലോട്ട് വരുന്നത്. ഇൻവെസ്റ്റേഴ്സിന് ഈ IPOയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലൊരു കാര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ പ്രൈസ് കുറഞ്ഞിട്ടുള്ളൊരു ഓഫറാണ്. അതുകൊണ്ട് തന്നെ ഒരു 20-30% ഒക്കെ റിട്ടേൺ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഒപ്പം മറ്റന്നാൾ ആരംഭിക്കുന്ന ഒരു IPO ഉണ്ട്. ഇൻഡോഫാം എക്യുപ്മെൻ്റ് ആണ്. ട്രാക്ടർ റിലേറ്റഡ് രംഗത്തുള്ള ഒരു കമ്പനിയാണ്. 215 ഇഷ്യൂ പ്രൈസ് വരുന്നത്. 31 തീയതി ഓപ്പൺ ചെയ്ത് 2 തീയതി അവസാനിക്കാണ്. മെയിൻ ബോർഡ് IPO ആണ്. ഈ IPOയിൽ അപ്ലൈ ചെയ്യുന്ന നന്നായിരിക്കും. അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO കൂടി തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പൊതുവെ ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സോഡിയം അയോൺ ബാറ്ററികളെ സംബന്ധിച്ചുള്ള ന്യൂസ് ഫ്ലോസ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റു ന്യൂ ജനറേഷൻ കമ്പനികളെ സംബന്ധിച്ചുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ട്. ഈ ന്യൂസ് ഫ്ലോസ് ഒക്കെ പൊതുവെ അതാത് കമ്പനികൾക്ക് പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസ് ഫ്ലോസ് ആണ്. പ്രത്യേകിച്ച് നവ ലിമിറ്റഡ്, അതുപോലെ തന്നെ ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ്, അതുപോലെ തന്നെ ക്വസ് കോർപ്പറേഷൻ, ടീം ലീസ്, അപ്ഡേറ്റഡ് സർവീസസ്, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം മോർഗൻ സ്റ്റാൻലി പറഞ്ഞിരിക്കുന്നത് Q4 ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ബെറ്റർ ആയിരിക്കുന്നതാണ് പറയുന്നത്. കാരണം റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ, അതുപോലെ തന്നെ ഹ്യൂജ് IPOs. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ IPOയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ IPOs ഉണ്ടായിരുന്നു ഇന്ത്യയിലാണ്. 200 IPOസിൽ അധികം ഉണ്ടായിരുന്നു. സെക്കൻഡ് നിൽക്കും ജപ്പാനാണ് 69. അതുപോലെ തന്നെ തേർഡ് ചൈനയാണ്. തീർച്ചയായിട്ടും ഈ ന്യൂസ് വളരെ പോസിറ്റീവാണ്. $11.2 ബില്യൺ വർത്ത ഇക്വിറ്റികളാണ് കഴിഞ്ഞ വർഷം IPOയിൽ കൂടെ ഈ കമ്പനികളൊക്കെ വിറ്റഴിച്ചിരിക്കുന്നത്. 2023 5.5 ബില്യൺ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള IPO അലോട്ട്മെൻറ്റുകളും അതുപോലെ തന്നെ ഫണ്ട് റേസിംഗ് ഒക്കെയാണ് നടക്കുന്നത്. 2025 അത്തരത്തിലുള്ളൊരു ആക്ടിവിറ്റി തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവേ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് തന്നെയാണുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ലേഡീസ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് Tier 4, 3, 2, 1 മെട്രോ സിറ്റികളിലൊക്കെ 100% ഗ്രോത്താണ് കഴിഞ്ഞ വർഷം നേടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ SIP കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ലേഡീസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 25%, അതായത് ആണുങ്ങളെക്കാളും കൂടുതൽ SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലേഡീസാണെന്നാണ് പറയുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച്. SIPകളിൽ 4 SIPകളിൽ ഒരു SIP ഇപ്പോൾ ലേഡീസാണ്. തീർച്ചയായിട്ടും പോസിറ്റീവ് ന്യൂസാണ്. 50% ലേഡീസും 30 വയസ്സിന് താഴെയാണ്. 33% 30 വയസ്സിന് 40 വയസ്സിന് ഇടയിലാണ്. 17% മാത്രമേ ഉള്ളൂ 40 വയസ്സിന് മുകളിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കണക്ക്. തീർച്ചയായിട്ടും ഈ ന്യൂസ് പൊതുവേ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഏറ്റവും കൂടുതൽ ലേഡീസ് SIPയിൽ കൂടെ മ്യൂച്വൽ ഫണ്ടിൽ കൂടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്
ഡൽഹി, മുംബൈ, കൽക്കട്ട, പൂനെ, ലക്നൗ, നാഗ്പൂർ, അഹമ്മദാബാദ്, ജയ്പൂർ എന്നൊക്കെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഫ്രാൻസി അക്രോസ് ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യ അടക്കം സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഓൾറെഡി SIP 25,000 കോടി രൂപയ്ക്ക് മുകളിലാണ് ഒരു മാസം കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യൂസും വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസുകളൊക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ Q3 റിസൾട്ട് അനൗൺസ്മെൻറ്റുകൾ അടുത്ത 10 ദിവസത്തിനുള്ളിൽ വന്നു തുടങ്ങും. അതോടൊപ്പം തന്നെ ഫെബ്രുവരി 1 നമ്മുടെ യൂണിയൻ ബഡ്ജറ്റൊക്കെ വരുന്നുണ്ട്. യൂണിയൻ ബഡ്ജറ്റിൽ ഇൻകം ടാക്സ് സ്ലാബിലും അതുപോലെ തന്നെ ഇൻകം ടാക്സ് റേറ്റ് കട്ട് ചെയ്യാനുള്ള ഡിസിഷനൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു അനൗൺസ്മെൻറ്റൊക്കെ വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും മാർക്കറ്റിൽ അതിൻ്റേതായ പോസിറ്റീവ് ഇമ്പാക്റ്റുകളൊക്കെ ഉണ്ടാക്കും. ഒപ്പം നമ്മൾ മാർക്കറ്റ് വൊളാറ്റിലിറ്റി വരുമ്പോൾ ഒരു ഇൻവെസ്റ്ററും നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ എക്കണോമിക് സിറ്റുവേഷൻ മറ്റ് രാജ്യങ്ങളുടെ എക്കണോമിക് സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവ് തന്നെയാണ്. അടുത്ത ധനകാര്യ വർഷവും നമ്മൾ അറൗണ്ട് 6.5 to 7% റേഞ്ചിലുള്ള GDP ഗ്രോത്ത് പോസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിലെ ഗ്ലോബൽ ഫാക്ടേഴ്സ് മാത്രമാണ് ഇന്ത്യൻ എക്കണോമിക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഫാക്ടറുകൾ. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഡൊമസ്റ്റിക്കായിട്ട് യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റും ഇല്ല. മറിച്ച് കറൻസി വലിയ രീതിയിൽ ക്രാഷ് ചെയ്യുക, US ഡോളറിന് അഗൻസ്റ്റ്, അതുപോലെ തന്നെ ചൈനീസ് കറൻസി വലിയ രീതിയിൽ ക്രാഷ് ചെയ്യുകയൊക്കെ ആണെങ്കിൽ ചൈനയുടെ എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ് കൂടും. അപ്പോൾ നമ്മൾ ചൈനയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന കമോഡിറ്റികൾക്കൊക്കെ പ്രൈസ് കൂടുതൽ കൊടുക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരാം. അപ്പോൾ ഇമ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയാണ്. അതുപോലെ തന്നെ ഗോൾഡും നമ്മൾ വലിയ രീതിയിലാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും. അതേസമയം നമ്മുടെ പല രംഗങ്ങളിലും നമ്മൾ എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ്സും വോളിയം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അത്തരത്തിലുള്ളൊരു കോമ്പൻസേഷനൊക്കെ വന്നേക്കാൻ റുപ്പി ഡിപ്രീസിയേഷൻ ഉണ്ടാവുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റിന്. അതുകൊണ്ട് തന്നെ വൊളാറ്റിലിറ്റി ഗ്ലോബൽ ഫാക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇമ്പാക്റ്റിലായിരിക്കാം നമ്മുടെ മാർക്കറ്റ് ഉണ്ടാവാൻ പോകുന്നത്. അതുകൊണ്ട് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു ബുള്ളി സെൻറ്റിമെൻറ്റ് വെച്ച് പുലർത്തുന്നത് തന്നെയാണ് നല്ലത്. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ച് ധാരാളം സ്റ്റോക്കുകൾ അവൈലബിൾ ആണ്. മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൺമുന്നിൽ തന്നെ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഇന്ത്യൻ എക്കണോമിക്ക് ആവശ്യമായിട്ടുള്ള കോർപ്പറേറ്റ് സെഗ്മെൻറ്റുകളൊക്കെ ഇന്ത്യൻ എക്കണോമിയുടെ ഗ്രോത്തിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള കമ്പനികളുടെ സ്റ്റോക്കുകളൊക്കെ മാർക്കറ്റ് താഴെ വരുന്ന അവസരങ്ങളിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂലൊക്കെ വാങ്ങുന്നത് നന്നായിരിക്കും. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ പ്രസൻസ് ഉള്ള അഡാനി പോർട്ടിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വിഴിഞ്ഞം ഷിപ്മെൻറ്റ് പോർട്ടിൽ 6 മാസത്തിനുള്ളിൽ 100ാമത്തെ ഷിപ്പാണ് വന്നിരിക്കുന്നത്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഈ കമ്പനീനെ സംബന്ധിച്ചും കേരളത്തിൻ്റെ എക്കണോമിനെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ അഡാനി എൻ്റർപ്രൈസസ് കുറേ കാലങ്ങളായിട്ട് ഒരു കൺസോൾട്ടേഷൻ മോഡിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. റീസെൻ്റ് ആയിട്ടുള്ള നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് വന്നപ്പോൾ ചെറിയൊരു സെല്ലിംഗ് പ്രഷറൊക്കെ ഉണ്ടായിരുന്നു. ആ ലെവലിൽ നിന്നൊക്കെ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അഡാനി എനർജി സൊല്യൂഷൻസ്, അഡാനി ഗ്രീൻ, അഡാനി പവർ, ഇത്തരത്തിൽ സ്റ്റോക്കുകളൊക്കെ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുന്ന അവസരങ്ങളിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂലൊക്കെ വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കുന്നതൊക്കെ നന്നായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ജനറേറ്റീവ് AI രംഗത്ത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് വളരെ വളരെ വൊളാറ്റിലിറ്റി ഉണ്ടാക്കുന്ന ന്യൂസ് ഫ്ലോസ് ഒക്കെയാണ്. ChatGPTയുടെ പ്രൊമോട്ടർ പറഞ്ഞിരിക്കുന്നത് ജനുവരി എൻഡോട് കൂടിയിട്ട് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് ടൂളുകളൊക്കെ യാഥാർത്ഥ്യമാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് ഒക്കെ സൂചിപ്പിക്കുന്നത് നമ്മൾ മുമ്പ് പേടിച്ചിരുന്ന പോലെ വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കില്ല എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് നൽകുന്നത്. കാരണം ലാർജ് ലാംഗ്വേജ് മോഡൽസിനെ ബേസ് ചെയ്തിട്ടുള്ള ജനറേറ്റീവ് AI മോഡൽസ് ടൂൾസൊക്കെയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇതൊക്കെ ഓരോ കോർപ്പറേറ്റുകൾക്കും അതുപോലെ തന്നെ മറ്റ് സെഗ്മെൻറ്റിലുള്ളവർക്കൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതൊക്കെ വളരെ കോസ്റ്റ്ലിയാണ്. ഡാറ്റാ സെൻറ്റർ വേണം, അതുപോലെ തന്നെ ധാരാളം APIs വെച്ചിട്ടുള്ള ഇൻ്റഗ്രേഷനൊക്കെ വേണം. കോസ്റ്റ്ലി അഫെയർ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ രംഗത്ത് ജനറേറ്റീവ് AI രംഗത്തുള്ളവർ തന്നെ ചിന്തിക്കുന്നത് സ്മോൾ ലാംഗ്വേജ് മോഡൽസാണ്. കുറവ് പാരാമീറ്റർ വെച്ചുകൊണ്ട് വളരെ ഇന്നോവേറ്റീവായിട്ട് സ്പെസിഫിക് ടാസ്കുകളിലേക്കുള്ള AI ടൂളുകളാണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനറേറ്റീവ്
ജനറേറ്റീവ് എയുടെ മറ്റൊരു രൂപമാണ് ഏജൻറ്റിക് എ. ഏജൻറ്റിക് എയുടെ ഇയറാണ് 2025. അപ്പോൾ ഈ ഏജൻറ്റിക് എ എന്ന് പറയുന്നത് നമ്മൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഒരു സിംഗിൾ കമാൻഡ് കൊണ്ട് തന്നെ എല്ലാ ആക്ടിവിറ്റീസും നൽകുകയാണ്, ചെയ്യുകയാണ്. ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഇൻ്റർവെൻഷനൊന്നും ആവശ്യമില്ല. അപ്പോൾ ഏജൻറ്റിക് എ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്മോൾ ലാംഗ്വേജ് മോഡലിനെ ആസ്പദമാക്കിയിട്ടുള്ള ധാരാളം ടൂളുകൾ വരുന്നതാണ് പറയുന്നത്. ഇത് ഹ്യൂമൻ ബീയിങ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ മീഡിയം ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കാരണം ഇവർക്ക് ലാർജ് ലാംഗ്വേജ് മോഡലിൽ വരുന്ന തരത്തിലുള്ള കോസ്റ്റ് ഒന്നും വരില്ല. അതുപോലെ തന്നെ ഡാറ്റാ സെൻറ്ററുകൾ ഹോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, API വേണ്ടി വരില്ല. മറിച്ച് സ്വന്തം കമ്പ്യൂട്ടറുകളിൽ ഡാറ്റയൊക്കെ പ്രിസർവ് ചെയ്യാനുള്ള അവസരമൊക്കെ ലഭിക്കുകയാണ്. ഇതൊരു ഇന്നോവേഷനാണ്. അപ്പോൾ ജനറേറ്റീവ് AI രംഗത്ത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് എവറി ഡേ ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ രംഗത്തുള്ള സ്റ്റോക്കുകൾ ഒന്ന് വാച്ച് ചെയ്യുന്നതൊക്കെ നന്നായിരിക്കും. പ്രത്യേകിച്ച് ജനറേറ്റീവ് AI രംഗത്ത്, ഏജൻറ്റിക് AI രംഗത്തൊക്കെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളുണ്ട്. ആ സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ ഭാവിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. ഏറ്റവും കൂടുതൽ ഏജൻറ്റിക് AI ടൂളുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഇന്ത്യൻ കമ്പനി L&T Mindtree ആണ്. അതോടൊപ്പം തന്നെ പേഴ്സിസ്റ്റൻറ്റ് സിസ്റ്റംസ് ഒക്കെ ഉണ്ട്, എംഫാസിസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ചൊക്കെ ലോങ് റണ്ണിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ ജെഫ്രി ഹിൻഡൻ, ഗോഡ് ഫാദർ എന്നാണ് അറിയപ്പെടുക അദ്ദേഹം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത്. ഗൂഗിളിൻ്റെ ആർട്ടിഫിഷ്യൽ ആക്ടിവിറ്റീസിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തിട്ടുള്ള, അതിനെ ഹെഡ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. 2 വർഷം മുമ്പാണ് റിസൈൻ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടെന്ന്, വളരെ ഡേഞ്ചറസ് സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടാണ് അദ്ദേഹം റിസൈൻ ചെയ്തത് തന്നെ. അദ്ദേഹം മിനിഞ്ഞാന്ന് പറഞ്ഞിരിക്കുന്നത് അടുത്ത 30 വർഷത്തിനുള്ളിൽ 20% ചാൻസസ് ഉണ്ട് പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹ്യൂമൻ ബീയിങ്ങിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുന്നതാണ് അദ്ദേഹം പറയുന്നത്. 20% ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ വരുന്ന AI ടൂളുകളൊക്കെ, അതുപോലെ തന്നെ മറ്റ് പല ഡെവലപ്മെൻറ്റുകളും ഹ്യൂമൻ ബീയിങ്സിനെ ഓവർടേക്ക് ചെയ്യുന്ന തരത്തിലുള്ള പല ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കുന്ന ടൂളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂസ് നിങ്ങളുടെ അറിവിലേക്കായിട്ട് തന്നതാണ്. ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് രംഗത്തും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്തൊക്കെ ധാരാളം ആക്ടിവിറ്റീസ് വരികയാണ്. ആ രംഗത്തുള്ള ആക്ടിവിറ്റീസൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിനനുസരിച്ച് ഇത്തരത്തിലുള്ള സെഗ്മെൻറ്റിലൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ നല്ലൊരു ഡിസിഷനായിരിക്കും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാൻ നമ്മൾ ഈ ആഴ്ച എക്സ്പെക്റ്റ് ചെയ്യുന്നതും സ്ലൈറ്റ് വോളാറ്റിലിറ്റി ഒക്കെ തന്നെയാണ്. നമ്മുടെ നിഫ്റ്റിയുടെ പ്രീമിയം ഒക്കെ നോക്കുകയാണെങ്കിൽ, ഫ്യൂച്ചേഴ്സും ക്യാഷ് സെഗ്മെൻറ്റുള്ള പ്രീമിയം ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതേസമയം റോൾ ഓവറൊക്കെ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ സീരീസിൽ നിന്ന് ജനുവരി സീരീസിലേക്കുള്ള റോൾ ഓവറൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റിനുള്ള ഫാക്ടേഴ്സൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ബഡ്ജറ്റിന് മുമ്പ് പൊതുവെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മാർക്കറ്റ് റിക്കവറി തന്നെയാണ്. പക്ഷേ നമ്മുടെ റുപ്പി വലിയ രീതിയിൽ ക്രാഷ് ചെയ്യുക, അതുപോലെ തന്നെ ഗ്ലോബൽ ഫാക്ടേഴ്സ് വലിയ രീതിയിൽ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഒരു പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള ഒരു റിയാക്ഷനൊക്കെ നമ്മുടെ മാർക്കറ്റിലുണ്ടാവാം. അല്ലാത്ത പക്ഷം നമ്മളൊരു പോസിറ്റീവ് ബയാസിൽ ബഡ്ജറ്റോടുകൂടി മുന്നേറുന്നുള്ള എക്സ്പെക്റ്റേഷനാണുള്ളത്. ഇനി നമുക്ക് Q3 റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം, ഒപ്പം ബഡ്ജറ്റിനും വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്കിലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.